ശുഗൻ ശുഗമഹർഷി വന്നെത്തുന്നു. എങ്ങനെ വന്നെത്തി, ഏത് രീതിയിലാണ് അവര് വന്നത്, ഇതൊന്നും നമ്മള് പറഞ്ഞു തരുന്ന, അവരാരും വിളിച്ചിട്ടോ ക്ഷണിച്ചിട്ടോ അല്ല അദ്ദേഹം എത്തുന്നത്. അല്ലെങ്കിൽ ഈ 86,000 മുനിമാരും വന്നിരിക്കുന്നത് അദ്ദേഹം വിളിച്ചിട്ടോ ആരും വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല വന്നിട്ടുള്ളത്. അവരുടേതായ ഒരു എല്ലാവരും അത്രമാത്രം പ്രാധാന്യം രാജാവിന് കൊടുത്തിരുന്നത് കൊണ്ട് എല്ലാവരും എത്തിച്ചേർന്നു എന്ന് നമ്മൾ ഇവിടെ കാണുന്നു. അതിനു മുമ്പ് തന്നെ ഇപ്പം അദ്ദേഹം എന്തുകൊണ്ട് അപ്പൊ അഹങ്രോപാസന എന്ന് പറയുന്ന അത് നടത്തിയിരുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ തീർച്ചയായും അവിടെ ആരും വരില്ലായിരുന്നു, അല്ലെ? ശരീരത്തെ പരമ്പരകളായി കരുതി ആചരിക്കുന്ന ചിലരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ മുന്നിൽ ആരും എത്തുകയില്ല. പക്ഷേ ഇവിടെ എന്താണ്, ആ മഹാരാജൻ അദ്ദേഹത്തിന്റെ ചക്രവർത്തിയുടെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ ഭഗവാനോടുള്ള ആ ആദരവ് അതൊക്കെ അത് മനസ്സിലാക്കിയ എല്ലാവരും അവിടെ അത്രമാത്രം പ്രാധാന്യം ആ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അതിനു മുമ്പ് കണ്ടു എന്താണ്, ശൃംഗിയുടെ പശ്ചാത്താപവും ശൃംഗി ശപിക്കുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പം എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നത് ശൃംഗിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. കാരണം മെച്യൂരിറ്റി വന്നിട്ടില്ലാത്ത ഒരു കുട്ടി പക്ഷെ എല്ലാം പഠിച്ചിരുന്നു, സർവ കാര്യങ്ങളും അദ്ദേഹത്തിന് അച്ഛനിൽ നിന്ന് എല്ലാം നേടിയെടുത്തിരുന്നു. പക്ഷെ ഒരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ കാണുന്ന സമയത്ത് ശപിക്കാൻ തോന്നിയത്. അപ്പൊ അത് അങ്ങനെ വന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അവൻ ശാപത്തിന് ശേഷമാണ് അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നത് തന്നെ. അപ്പം വന്നു കഴിഞ്ഞ സമയത്ത് അച്ഛന്റെ കഴുത്തിൽ ആ പാമ്പിന്റെ ശരീരം കണ്ടുകൊണ്ടാണെങ്കിൽ പോലും അവൻ വിളിച്ചു പോകുന്നുണ്ട്. അവൻ വിളിച്ചു പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? താൻ തെറ്റ് ചെയ്തു എന്ന് അച്ഛനോട് പറയണം. ആ തെറ്റ് അപ്പോഴാണ് അവൻ വന്നെത്തിയപ്പോഴത്തേക്ക് അവന് തെറ്റ് മനസ്സിലാവുകയും തെറ്റ് ചെയ്തു പോയി എന്നുള്ള അത് പക്ഷേ അവിടെ തെറ്റ് ചെയ്തത് യഥാർത്ഥ പശ്ചാത്താപം അല്ല നമ്മൾ അവിടെ കാണുന്നത്. പിന്നെന്താണ്? യഥാർത്ഥത്തിലെ ഒരു തെറ്റ് ചെയ്തു പോയത് മറയ്ക്കാനുള്ള ഒരു ഭാവം. അതാണ് ആ കരച്ചിലിൽ കൂടി, ആ വിളിച്ചു കൂക്കലിൽ കൂടി നമ്മളവിടെ കണ്ടത്. അപ്പം യഥാർത്ഥമായിട്ടൊരു പശ്ചാത്താപം ആണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നിൽ എത്രയും വേഗം ചെയ്തു പോയ തെറ്റാണ് രാജാവിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ അച്ഛനോട് പറയുകയോ എനിക്കിങ്ങനെ പറ്റിപ്പോയി എന്ന് പറയും. അവൻ തെറ്റാണെന്ന് അംഗീകരിക്കാതെ അത് ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം നമ്മൾ അവിടെ കണ്ടു. പിന്നീട് അതുപോലെ അവരുടെ മുമ്പിൽ ഒരു വലിയ ആളാവാനുള്ള ഭാവവും നമ്മളവിടെ കണ്ടു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഭാഗവതം ഓരോ ഒന്നും പഠിപ്പിച്ചു തരികയാണ്, ഇന്നതരുത് ഇന്നത് ചെയ്യാമെന്നുള്ളത്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വലിയ ആളാകാനായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും ഇതെല്ലാം അറിയാനായിട്ട് ഭഗവാൻ ഉണ്ട് എന്നൊരു ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അത് ആ കുട്ടിയിൽ കണ്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെയും ശരിയാണ്, യഥാർത്ഥത്തിൽ നമ്മൾ ആർഗ്യുമെന്റ് വഴി പലതും ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തെറ്റായിരിക്കും നമ്മൾ ചെയ്തതെങ്കിൽ പോലും അതിനെ സ്ഥാപിക്കാൻ നമ്മൾ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ മുമ്പിൽ ഇതൊന്നും അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇതെല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ തെറ്റിനെ യഥാർത്ഥ പശ്ചാത്താപം എന്നും പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. യഥാർത്ഥമായിട്ടുള്ള പശ്ചാത്താപം എടുക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് മറയ്ക്കാനായിട്ട് നോക്കുമായിരുന്നില്ല. പക്ഷേ ശൃംഗി ചെയ്തത് അതാണ് എന്ന് നമ്മൾ ഇവിടെ കാണുന്നു. അപ്പൊ നമുക്കിവിടെ പഠിപ്പിച്ചു തരികയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുന്നു എങ്കിൽ അത് യഥാർത്ഥമായ ഒരു പശ്ചാത്താപമായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു പശ്ചാത്താപം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. തെറ്റ് സമ്മതിച്ചു കൊടുക്കാനും ആ തെറ്റിനെ നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇനിയും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും നമ്മൾ ശ്രമിക്കണമെന്ന് ഭാഗവതം നമ്മളെ ഈ ഒരു കഥയിൽ കൂടിയല്ല, എത്ര കഥകളിൽ കൂടി ഭാഗവതം മുഴുവനും നമുക്കുള്ള ഉപദേശങ്ങളാണ് നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പം ഓരോ തെറ്റ് വരുമ്പോഴും അല്ലെങ്കിൽ കലിയുടെ പ്രഭാവമാണ് ആ സമയത്തൊന്നും ശബരിക ഋഷി ചെയ്തത് എന്താണ്? ഇതിനെ ഒന്നും കാര്യമായി എടുക്കാതെ എത്രയും വേഗം താൻ ഇവിടെ ഇരിക്കുന്നതിന് കാരണം അതാ തനിക്ക് സ്വസ്ഥമായി ഇവിടെ ഇരുന്ന് ആ ഒരു മെഡിറ്റേഷനിൽ മുഴുകാനും ഭഗവാനെ വിളിക്കാനും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള കാരണമുള്ള ഓരോ സമ്മതം നമുക്കറിയാം. എത്രയോ ഇടത്തെ രാജാക്കൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഋഷിമാരെ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ഇവിടെ അതൊന്നും സംഭവിക്കാതെ സ്വസ്ഥമായിട്ട് ഇത് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നല്ല ഭരണം കൊണ്ടാണെന്നും അത് ഉപദേശിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം തന്റെ തെറ്റിനെ ഇനിയും
ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണമായിരുന്നു? യഥാർത്ഥമായി പശ്ചാത്തപിക്കണമായിരുന്നു. അത് നമ്മൾ അവിടെ കണ്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ ഭഗവാൻ ഇതെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ മഹാരാജ എന്താണ് ചെയ്തത്? മഹാരാജാവ് അഥവാ ചക്രവർത്തി അദ്ദേഹം ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഉടനെ തന്നെ ശമീകർഷി ചെയ്തത് എന്താണ്? ആൾക്കാരെ വിളിച്ച് ഉടനെ വിട്ടിട്ട് ഉടനെ തന്നെ വിവരം അറിയിക്കുകയാണ് ചെയ്യുന്നത്, ഇന്നതുപോലെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് അറിയിച്ചപ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് തെറ്റിനെ കുറിച്ച് മനസ്സിലൊരു ബോധ്യം എന്തോ ഒരു ഇത് വന്നിരുന്നു. പിന്നെ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പിന്നെ വന്നിട്ട് ശമീകർഷിയുടെ മാപ്പിരക്കാനും ഒന്നും പോകുന്നില്ല. കാരണം എന്തുകൊണ്ട്? എന്തായാലും സംഭവിച്ചത് അങ്ങ് സംഭവിച്ചു, ഞാൻ ചെയ്തത് തെറ്റാണ്, ഇനിയും പോയി അദ്ദേഹത്തെ വെറുതെ ഒന്നുകൂടി ലജ്ജിപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ ഏറ്റവും തെറ്റാണ് ചെയ്തത്, പക്ഷെ ഞാൻ ഇനിയും അദ്ദേഹത്തോട് ചെന്ന് മാപ്പ് ചോദിക്കാൻ ഒന്നിനും പോകുന്നില്ല. കാരണം തെറ്റ് ചെയ്തു പോയി എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നത് നമ്മളവിടെ കണ്ടു. അങ്ങനെ ആ ഒരു അവസ്ഥയില് രീതി രണ്ടുപേരും ചിന്തിച്ച്, ഒരാള് പശ്ചാത്താപത്തെ കാണിച്ചുകൊണ്ട് മറയ്ക്കാൻ നോക്കി, ഒരാളാണെങ്കിലോ താൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അനുഭവിക്കാനായിട്ട് തയ്യാറാകുന്നതുമാണ് നമ്മൾ കണ്ടത്. അപ്പൊ എന്തായാലും ഇത്രയും മുനിമാരും ഇത്രയും ആൾക്കാരും ആ ഒരു ചക്രവർത്തി ശരീരം വെടിയാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രാധാന്യം എത്രയാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ അവസാനം ശുഗമഹർഷി എത്തിച്ചേരുന്നു. അതിന് എത്രമാത്രം പ്രാധാന്യം ശുഗദേവ മഹർഷി വന്നു എന്നുള്ളതിന് കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. കാരണം എല്ലാവരും ഭാഗവതം എഴുതിയ ആളും അദ്ദേഹം എല്ലാ മഹർഷിമാരോടുണ്ട്. പക്ഷെ ശുകാഗമനം എന്ന വാക്കിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ കണ്ടു. അപ്പൊ ഇനിയും നമ്മൾ 4-ാമത്തെ ശ്ലോകത്തിലേക്കാണ് കടക്കുന്നത്. ഇവിടെ പറയുന്നത് 3-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഭഗവാൻ ബ്രാഹ്മണർക്കും അതുപോലെ പശുക്കൾക്കുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നും അദ്ദേഹത്തിന്റെ രാജ്യം പ്രതാപവും സമ്പത്തും എല്ലാം ആ ബ്രാഹ്മണന്റെ കോപം കൊണ്ട് ഇല്ലാതായി തീരും എന്നും അദ്ദേഹം ഊഹിക്കുകയല്ല, അദ്ദേഹം ശരിക്കും കരുതുന്നു അത് സത്യമായി ഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നത്. ശ്ലോകം 4 ഹരേ കൃഷ്ണ. സചിന്തയന്യത്തമഥാശൃണോത്യഥാ മുനേ സുതോക്തോ നിഹൃതിസ്തക്ഷഗാഗ്യഃ സമാധുമേനേന ചിരേണ തക്ഷകാനലം പ്രസക്തസ്യ വിരക്തികാരണം. സചിന്തയന്യത്തമഥാശൃണോത്യഥാ മുനേ സുതോക്തോ നിഹൃതിസ്തക്ഷഗാഗ്യഃ സസാധുമേനേന ചിരേണ തക്ഷകാനലം പ്രസക്തസ്യ വിരക്തികാരണം. സചിന്തയന്യത്തമഥാശൃണോത്യഥാ. സചിന്തയൻ രാജാവ്, സഹ എന്ന് പറയുന്ന അവിടെ സചിന്തയൻ എന്നുള്ളത് സഹയാണ്. സഹ മീൻസ് അദ്ദേഹം അഥവാ രാജാവ്. ചിന്തയന്യത്തം ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട്, ഇതുപോലെ ചിന്തിച്ചുകൊണ്ട്. എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം? ആർക്ക് പറയാം? എന്താണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്? പറയും. മൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? താൻ ചെയ്ത തെറ്റിനുള്ള പാപം താൻ തന്നെ അനുഭവിക്കണമെന്നുള്ള തന്റെ തെറ്റുകള് ഇനിയൊന്നും ആവർത്തിക്കാതിരിക്കാന് അത് മറ്റുള്ളവർ മനസ്സിലാക്കണോ. അതുപോലെ തന്നെ തന്റെ കുടുംബത്തിലെ ആരെയും ഇത് അനുഭവിക്കരുതെന്ന് ആഗ്രഹിക്കുകയാണ്. താൻ ചെയ്തത് എന്തായാലും അത് താൻ തന്നെ അത് ചെയ്ത് അനുഭവിച്ച് തന്നെ തീർക്കണമെന്നാണ് മഹാരാജാവ് ആഗ്രഹിച്ചത്. അതുപോലെ പിന്നെയോ ബ്രാഹ്മണീയ സംസ്കാരത്തെയും ഗോസംരക്ഷണത്തെയും ഒക്കെ അനാദരിച്ചത് കൊണ്ട് എന്റെ രാജ്യവും എന്റെ പ്രതാപവും സമ്പത്തും എല്ലാം ആ ബ്രാഹ്മണന്റെ കോപത്തിൽ വെന്തെരിഞ്ഞില്ലാതാകട്ടെ, വെണ്ണീറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. കാരണം ഇനിയും ഭാവിയിൽ ഞാനങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ ഇനി അങ്ങനെയുള്ള അശുഭങ്ങളായ ചിന്ത എനിക്കിനി വരില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസരമാണ് നമ്മൾ നിർത്തിയത്. അപ്പം സചിന്തയന്യത്തമഥാശൃണോത്യഥ, അദ്ദേഹം ഇങ്ങനെ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ അപ്പോൾ ശൃണോത്യഥ, അപ്പോൾ അശൃണോത് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടു, ശ്രവിച്ചു. എന്താണ്? യഥാ, ആരുടെ?
മുനേ സുതോക്തോ നിറുതി തക്ഷകാഖ്യ. അപ്പോഴാണ് അദ്ദേഹം കേൾക്കുന്നത് മുനേ ഋഷിയുടെ സുത ഉക്ത. സുത ഉക്ത മീൻസ് സുതോക്തോ, സുതന്റെ ഉക്ത, സുതൻ പറഞ്ഞത് എന്താണോ അത്, പുത്രനാൽ ഉച്ചരിക്കപ്പെട്ടത്, അത് അദ്ദേഹം കേട്ടു. മുനിയുടെ പുത്രൻ എന്തു പറഞ്ഞു അത് അദ്ദേഹത്തെ എന്ത് ചെയ്തു? ശമീകർഷി ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പറഞ്ഞുവിട്ട് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞു. പിന്നെ നിറുതി സ്തക്ഷകാഖ്യ. നിറുതി എന്താണ്? എനിക്ക് മരണം സംഭവിക്കാൻ പോകുന്നു, ഉടനെ തന്നെ എനിക്ക് മൃത്യുണ്ട്. ആരിനാലെ? തക്ഷകാഖ്യ. തക്ഷകനുമായി ബന്ധപ്പെടുത്തി, അല്ലെ, പറക്കുന്ന തക്ഷകൻ എന്ന സർപ്പവുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് ഉടനെ മരണം വരാൻ പോകുന്നു എന്ന് അദ്ദേഹം കേട്ടു. പിന്നെയോ സസാധുമേനെ നജിരേണ തക്ഷക. സഹ അദ്ദേഹം സാധുമേനെ, സാധു നന്മ വരുത്തുന്നതും ശ്രേഷ്ഠവുമായിട്ടുള്ളത് എന്തുണ്ട് എന്ന് അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറായി. സസാധുമേനെ. പിന്നെയോ നചിരേണ തക്ഷക. ന ചിരേണ, ദീർഘകാലം ഇല്ല എനിക്ക്. ന ചിരേണ, എനിക്ക് ദീർഘകാലം ഇല്ല എന്നറിഞ്ഞുകൊണ്ട് ഉടൻ തന്നെ എന്ത് സംഭവിക്കും? തക്ഷകൻ വന്നിട്ട് എന്ത് ചെയ്യും? തക്ഷകൻ എന്ന സർപ്പം അനലം പ്രസക്തസ്യ വിരക്തി കാരണം. അപ്പൊ അത്രമാത്രം അഗ്നിയുടെ അത്രമാത്രം ചൂടുള്ള തക്ഷകൻ എന്ന ആ സർപ്പം എത്തും. വളരെയധികം അത് ആ തക്ഷകനെ എന്നുമായിട്ട് അനുബന്ധിതനാക്കിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഉടൻ തന്നെ വിരക്തി ഉണ്ടാകണം. എനിക്ക് എന്താണ് വേണ്ടത്? വിരക്തി വേണം. എന്തിനോട് വിരക്തി വേണം? സകല വസ്തുക്കളോടും വിരക്തി വേണം. ഇനി എനിക്കൊന്നും വേണ്ട എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ലൗകിക വിഷയങ്ങളിൽ നിന്ന് എനിക്ക് വിരക്തി തരണം എന്ന ആ ശാപം ഉടൻ തന്നെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഭഗവാനാണ് കൊടുത്തത്, ഭഗവാന്റെ ഇച്ഛയാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സചിന്തയന്യത്തമതാശ്രണോദ്യഥാ മുനേ സുതോക്തോ നിറുതിസ്തക്ഷകാഖ്യ സസാധുമേനേ നചിരേണ തക്ഷകാനലം പ്രസക്തസ്യ വിരക്തി കാരണം. ഹരേ കൃഷ്ണ. മദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംസ്യ ശ്രീരൂപം സാക്തജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാത്വീതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപീശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസന്തുപ്യവജാപതിദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദിക്ക് ജയ്. അപ്രകാരം ഇങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കവേ ബ്രാഹ്മണന്റെ അഥവാ ഋഷിപുത്രന്റെ ശാപവാക്കുകളാൽ തനിക്ക് ആസന്നമായ മൃത്യുവിനെ കുറിച്ചുള്ള വൃത്താന്തം രാജാവ് കേട്ടു, ശ്രവിച്ചു. ലൗകിക വിഷയങ്ങളിൽ വിരക്തിക്ക് കാരണമായേക്കാവുന്ന ഇതിനെ രാജാവ് ഒരു ശുഭവാർത്തയായി സ്വീകരിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മദാജി. ഹരേ കൃഷ്ണ. സചിന്തയന്നിത്തമദാശ്രിണോദ്യത മുനേ സുതോക്തോ നിർദിസ്തക്ഷകാഖ്യ സസാധുമേനേന ജിരേണ തക്ഷകാനലം പ്രസക്തസ്യ വിരക്തി കാരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളുടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മദാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സച്ചിന്തയന്നിത്തമഥാശ്രണോദ്യഥാ മുനേ സുതോക്തോ നിരൃതിസ്തക്ഷകാഖ്യ സസാധുമേനേന ചിരേണ തക്ഷകാനലം പ്രസക്തസ്യ വിരക്തി കാരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ ഇവിടെ കാണുന്നത് ഇങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അപ്പൊ തന്നെ മുനി എന്ത് ചെയ്തു? ആൾക്കാരെ പറഞ്ഞു വിടുന്നു. ഇങ്ങനെ തക്ഷകന്റെ തക്ഷകൻ വഴി മരണം ഉടനെ വരുന്നുണ്ട്, അദ്ദേഹം എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ, എന്തെങ്കിലും അദ്ദേഹത്തിന് തിരിച്ച് ശപിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, അതുകൊണ്ട് അത് ചെയ്തോട്ടെ. കാരണം ഒരു മഹാരാജാവ്, അത്രയും വലിയൊരു ചക്രവർത്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ പോലും ആകുന്നില്ല. നേരത്തെ നമ്മൾ കണ്ടു എന്തെല്ലാം ദോഷവശങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്, ബ്രാഹ്മണർക്ക് വരാൻ പോകുന്ന കാര്യം എന്തൊക്കെയാണ്, ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഓർത്തുകൊണ്ടാണ് എത്രയും വേഗം ആളിനെ പറഞ്ഞു വിടുന്നത്. അത് കേട്ടു, അത് ഉടനെ തന്നെ പറഞ്ഞു വിടുന്നതായിട്ടും നമ്മൾ കണ്ടു. അപ്പം നമ്മളെ ഒരു യഥാർത്ഥത്തിൽ ഭഗവാൻ എത്രയും വേഗം വിളിച്ചു കൊണ്ടുപോകണം. ആരെ? പരീക്ഷിത് മഹാരാജാവിനെ.
പരീക്ഷിത് മഹാരാജാവ് ഇവിടെ ഒരു തെറ്റ് ചെയ്തു. കാരണം അദ്ദേഹത്തിന് അറിയാം, തെറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ തന്നെ എന്നെ രക്ഷിച്ചു. തെറ്റോ ശരിയോ ഒന്നും ചെയ്യുന്നതിന് മുമ്പ്, എനിക്ക് എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ഭഗവാൻ എന്നെ രക്ഷിച്ചിരുന്നു. അപ്പം എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ രക്ഷിച്ച ആളാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ ഇഷ്ടം എന്തോ അത് ചെയ്തോട്ടെ എന്നങ്ങ് ഭഗവാന് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി, ആ തെറ്റ് എന്നിൽ നിന്ന് ഉണ്ടായിപ്പോയി, എന്ത് ചെയ്യാനാണ്? അപ്പൊ അങ്ങനെ ഒരു തെറ്റ് വരാൻ എന്താണ് കാരണമെന്ന് അദ്ദേഹം ആലോചിക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യും? തെറ്റായിട്ട് അങ്ങ് സ്വീകരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കുന്ന എന്താണ്? ജനിമൃതി ആവർത്തന ചക്രങ്ങൾക്ക് വിരാമമിടാൻ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ളതാണ്. അപ്പം ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോയാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് എങ്ങനെ എന്തെല്ലാം സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, എന്റെ ഈ ശരീരമല്ല ഞാൻ, എനിക്ക് മടങ്ങിപ്പോകണം. അതിനുള്ള ഒരു അവസരം എനിക്ക് ഭഗവാൻ തരണം. അതിനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പം ബ്രഹ്മലോകം പോലുള്ള അത്യുന്നതമായ ലോകത്ത് പോലും ഒരുവന് ജനിമൃതി ആവർത്തന ചക്രങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ കഴിയില്ല. അപ്പൊ പല ആൾക്കാരും, നമ്മളൊക്കെയും തിരിച്ചെന്താണ്, ഇതിനേക്കാൾ വലിയ ലോകത്തിലേക്ക് പോകണം, സ്വർഗത്തിലേക്ക് പോകണം, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റു ലോകങ്ങളിലേക്ക്, ഉയർന്ന ലോകങ്ങളിലേക്ക് പോകണം, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവിടൊക്കെ ചെന്നാലും എന്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ ജനന മരണങ്ങൾ എപ്പോഴും നമ്മളെ പിന്തുടരും. അപ്പൊ പരിപൂർണതാ സാക്ഷാത്കാരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? എല്ലാ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നത് കൊണ്ട് അദ്ദേഹം ഇനി അതിനെന്താണ് മാർഗം എന്നാണ് അദ്ദേഹം അടുത്തതായിട്ട് ചിന്തിക്കുന്നത്. അപ്പം നമുക്കറിയാം, സാധാരണ മനുഷ്യരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുകയില്ല. കപില മഹർഷിയും മറ്റും പറയുന്നുണ്ടല്ലേ, താവത് ഭയം ദ്രവണദേഹ സുഖനിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലാസലോഭം താവൻ മമേതി അസദനുഗ്രഹ ആർത്തിമൂലം യാവൻ അതേങ്ക്രിം അഭയം പ്രവണീത ലോക. അപ്പൊ ഇന്നത്തെ ലോകം അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല എന്നും, എന്താണ്, ഈ ലോകത്ത് എല്ലാവരും ഭൗതികമായിട്ടുള്ള ആങ്സൈറ്റിയിൽ മുഴുകിയിരിക്കുകയാണ്. എപ്പോഴും നമുക്ക് ആങ്സൈറ്റിയാണ്. എന്ത് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് അടുത്ത മിനിറ്റ് വരാൻ പോകുന്നത്, ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ മുഴുകിയാണ് ഭൗതിക ലോകത്തിൽ എല്ലാവരും ഇരിക്കുന്നത്. അക്കൂട്ടത്തിൽ ധനം സംഭരിക്കാനായിട്ടുള്ള ഓട്ടവും മനുഷ്യർക്ക് ഒരുപാടുണ്ട്. താവൻ നിമിത്തം എന്താണ്? താവൻ ഭയം ദ്രവിണത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ സുഹൃൻ നിമിത്തം ലോകസ്പൃഹ പരിഭവോ വിപുലശ്ചലോഭ. ലോകം ഇങ്ങനെ പരിഭവത്തോടുകൂടി എനിക്ക് എന്ത് സംഭവിക്കും, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട്, അല്ലാതെ ഇങ്ങനെയുള്ള എന്താണ് ഭഗവാനിലേക്ക് പോകണമെന്നൊരു ചിന്ത ആരും ഉണ്ടാകുന്നുമില്ല, അതൊട്ട് അറിയുകയുമില്ല. അപ്പൊ എന്താണ്, എന്റെ സമ്പത്തിനെ ഞാൻ എങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും, അല്ലെ എനിക്ക് ഈ ലോകത്തിൽ എനിക്ക് കൂട്ടുകാരെ എങ്ങനെ കിട്ടും, എനിക്ക് എങ്ങനെ ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയും? ഈ ലോകത്തിലെ അങ്ങനെ ആൾക്കാരെല്ലാം ഭൗതികമായിട്ടുള്ള ആങ്സൈറ്റിയിൽ കഴിയുമ്പോൾ അവരെപ്പോഴും യഥാർത്ഥത്തിൽ അവർ സുഖിക്കുന്നു എങ്കിലും അവർക്കൊരു ഭയമുണ്ട്. അവർ ക്ഷേത്രങ്ങളിലേക്ക് എന്തെങ്കിലും ചെയ്യുന്നു, ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഒരുപാട് പൈസ അവിടെ ചിലവഴിക്കുന്നു. അതൊക്കെ ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ ഒരു ആഗ്രഹമുണ്ട് അവർക്ക്. എന്താണ്? ഇത് ചെയ്താൽ എൻ്റെ വീടും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഒക്കെ സുഖത്തിലാകണം, എൻ്റെ സമ്പത്ത് സംരക്ഷിക്കപ്പെടണം, എൻ്റെ മക്കൾക്ക് അത് വേണ്ട വിധത്തിൽ കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള ആങ്സൈറ്റിയിലാണ് ലോകം മുഴുവനും. അപ്പൊ ആഗ്രഹങ്ങളാൽ ബന്ധിക്കപ്പെടാത്ത ഒരു മനുഷ്യർ പോലും ഇല്ല, പോകണമെന്ന് അറിയുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു ചിന്തയിലിരിക്കുന്ന മനുഷ്യന്റെ കൂട്ടത്തിൽ ഇദ്ദേഹം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ആ മഹാചക്രവർത്തി, ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കീഴിലാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആപത്ത് വന്നു, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണു, അല്ലെങ്കിൽ കൈകൊണ്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഒരു മുനി എന്നെ അപമാനിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ചത്തപാമ്പിനെ എടുത്ത് കഴുത്തിലിട്ട്. അപ്പൊ അദ്ദേഹം അത് ചെയ്തു പോയി. അപ്പൊ അങ്ങനെ ഒരു അദ്ദേഹത്തിന് ആ സമയത്ത് എന്തോ ഇത് വന്ന് അദ്ദേഹം അത് ചെയ്തു പോയി എങ്കിലും അദ്ദേഹം വേറെ ഒന്നും പിന്നീട് ചിന്തിക്കുന്നില്ല. ചെയ്തു പോയത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം അതിനടുത്ത് ഭഗവാന്റെ പാദത്തിലേക്ക് അങ്ങ് അർപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇവിടെ നമ്മളൊക്കെ ഭൗതിക ലോകത്തിൽ എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ പാദത്തിൽ അഭയം പ്രാപിക്കുന്നത് എന്തിനാണ്? നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കാൻ, നമ്മുടെ എന്താണ് ആ ഒരു താവത്ഭയം ദ്രവിണദേഹ നിമിർത്ത സുഖം നിമിർത്ത. അപ്പം ആ ഒരു രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സമ്പത്തിന് വേണ്ടിയും നമ്മുടെ
ബന്ധുക്കൾക്ക് വേണ്ടിയും നമ്മുടെ അടുപ്പക്കാർക്ക് വേണ്ടിയും ഇതിനൊക്കെയാണ് നമ്മള് ഭഗവാന്റെ പാദത്തിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത് എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പൊ ആ ഒരു പരിഭവം, ഭഗവാനെ ഞാൻ എന്ത് ചെയ്യും, എല്ലാം സംരക്ഷിച്ചോണേ എന്ന് പറയുന്നത്, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സംരക്ഷിച്ചോണേ, അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് സംരക്ഷിച്ചോണേ, ഈ രീതിയിലുള്ള ഒരു രീതിയാണ് ഭൗതിക ലോകത്തിലെ മനുഷ്യർക്ക് വരാറുള്ളത്. ഇനിയും അവിടെ ഈ മഹാരാജാവും എവിടെയായിരുന്നു, ചക്രവർത്തിയും എവിടെയായിരുന്നു, ഭൗതിക ലോകത്തിൽ തന്നെയായിരുന്നു. പക്ഷെ സ്വഭാവത്തിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം പരിപൂർണതാ സാക്ഷാത്കാരത്തിന്റെ പാത സ്വീകരിക്കാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല. പക്ഷേ ഇവിടെ ഈ ചക്രവർത്തി അതിന് തയ്യാറായി എന്ന് നമ്മളിവിടെ, ഭൗതിക ബന്ധനങ്ങളിലും സ്വതന്ത്രനാകണമെങ്കിൽ പരിപൂർണതയുടെ സാക്ഷാത്കാരം നമുക്ക് വേണം എന്ന് അദ്ദേഹം ഇവിടെ കാണുന്നു. അങ്ങനെ പരിപൂർണതയുടെ സാക്ഷാത്കാരത്തിന് യഥാർത്ഥത്തിൽ ഭൗതികമായി ദരിദ്രരായവർ ഭൗതികമായി സമ്പന്നരെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് ഇവിടെ നമുക്ക് ശ്രീല പ്രഭുപാദര് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ ഒരുപാട് സമ്പത്തുള്ളതിനേക്കാൾ സമ്പത്തുള്ളവരെ ഒട്ടും തന്നെ അത് കളയാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പരീക്ഷിത്ത് മഹാരാജാവ് നമുക്കറിയാം മഹാഭാഗവത ഭക്തനാണെന്നറിയാം. അങ്ങനെ ദൈവരാജ്യത്തിൽ അദ്ദേഹത്തിന് എത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തി, ഈ ഭൂലോകത്തിന്റെ ചക്രവർത്തിയായ അദ്ദേഹം എന്താ സാധാരണക്കാരിൽ നിന്ന് ഭിന്നനായിട്ട് എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതായി നമ്മളിവിടെ കാണുന്നു എന്നുള്ളതാണ്. അപ്പം അതിനൊരു കാരണമായി ബ്രാഹ്മണ ശാപം വരികയും ചെയ്തു എന്ന് നമ്മൾ കണ്ടു. അപ്പം ഒരു ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങി പോകാനായിട്ട്, സ്വയം സത്യമാക്കാനായിട്ട് ഒരു കർത്തവ്യം, തൻ്റെ കർത്തവ്യം എന്ന നിലയിലാണ് ശമീകർഷി അദ്ദേഹത്തിന് അറിയാം ഭഗവാൻ ഈ ഒരു ചക്രവർത്തിക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ശമീകർഷിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തി അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകത്തില്ല. ഉടനെ തന്നെ ആൾക്കാരെ വിട്ട് അവിടേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പം നിരുത്തരവാദപരമായിട്ട് ശൃംഗി പെരുമാറിയെങ്കിൽ ഉത്തരവാദിത്വപരമായിട്ട് അച്ഛൻ പെരുമാറുന്നത് നമ്മളിവിടെ കണ്ടു. അപ്പം അങ്ങനെ അദ്ദേഹം എന്താണെങ്കിൽ ഒരു മാല അണിയിച്ചതോ അതിനൊരു വലിയ മാലയായിട്ട് പാമ്പിനെ അണിയിച്ചതോ ഒന്നും അദ്ദേഹം അതൊരു കാര്യമായിട്ട് എടുത്തില്ല. അതൊരു തെറ്റുമായിട്ടും അദ്ദേഹത്തിന് തോന്നിയതുമില്ല. അതാണ് അച്ഛനും മകനും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഇദ്ദേഹത്തിന് എന്തായിരുന്നു, ഞാൻ ചെയ്യുന്ന ഒക്കെ ശരിയാണെന്ന് മകനൊരു വിചാരം, എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു ഇതുകൊണ്ട് അപ്പൊ അവിടെ അച്ഛനും മകനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മള് മനസ്സിലാക്കി. പിന്നെ പ്രായത്തിന്റെ ഒരു ഭാഗം, കുട്ടിയായതുകൊണ്ട് ഒരു ഭാഗം, അല്ലെ, ബാലസ്താവത് ക്രീഡാസക്ത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ. അതുപോലെ ഒരു ബാലന്റെ കളി പോലെയായി പോയി നടന്ന സംഭവം. അത് പക്ഷേ ആ ബാലന്റെ കളിയെ പരീക്ഷിത് മഹാരാജാവ് യഥാർത്ഥമായി സ്വീകരിക്കുകയും ചെയ്തു എന്ന് നമ്മളിവിടെ കണ്ടു. അപ്പം മരണം വരിക്കാൻ സ്വയം സജ്ജനാകണമെന്ന് അദ്ദേഹം രാജാവിനെ അറിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞതോടുകൂടി ചെയ്തത്, അല്ലെ. ശമീകർഷി യഥാർത്ഥത്തിൽ തന്റെ ശിഷ്യനെ വിട്ടതോടുകൂടി ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു, അങ്ങ് തിരിച്ചു പോകാനുള്ള വഴി ഒരുക്കിക്കൂ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെ ശമീകർഷിയും ശൃംഗിയും തമ്മിലുള്ള വ്യത്യാസം പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസമായിരിക്കാം. പക്ഷെ ഇത് പുതിയ തലമുറയോ പഴയ തലമുറയോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സകലതും പഠിച്ചറിയാവുന്ന കുട്ടിയാണ്. പക്ഷെ ബാലസ്താവത് ക്രീഡാസക്ത എന്നുള്ള ഒരു ഭാവം ആ കുട്ടിയെ അവിടെ താഴ്ത്തിക്കെട്ടി എന്ന് നമ്മളിവിടെ കാണുന്നു. പിന്നെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ബ്രാഹ്മണർക്കുണ്ടായ അധപ്പതനവും നമ്മൾ കണ്ടു. അപ്പം യഥാർത്ഥത്തിൽ ശമീകർഷിയും മരണത്തെ ഭയപ്പെടുന്ന ആളായിരുന്നില്ല, പരീക്ഷിത് മഹാരാജാവും മരണത്തെ ഭയപ്പെടുന്ന ആളായിരുന്നില്ല. അപ്പം പരീക്ഷിത് മഹാരാജാവോ ക്ഷമ ചോദിക്കാനായിട്ട് അങ്ങോട്ട് പോകണമെന്നും കരുതിയില്ല. എന്തായാലും ഭഗവാനെ വിളിക്കുക, ആസന്നമായ മരണത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുക എന്നതാണ് അവിടെ കണ്ട മാർഗം. ഇന്ത്യൻ ഒരു മരണം വരാൻ പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ തന്നെ തനിക്ക് ചെയ്യാനുള്ളത് എന്തോ അത് കൃഷ്ണഭക്തിയിലേക്ക് മനസ്സിനെ ഉറപ്പിക്കുക. അതാണ് അവിടെ അദ്ദേഹം കണ്ട കാര്യം. എവിടേക്കാണ് തിരിച്ചു പോകേണ്ടത്? കൃഷ്ണന്റെ അടുത്തേക്കാണ് തിരിച്ചു പോകേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കൃഷ്ണഭക്തിയിലേക്ക് മനസ്സിനെ കുറച്ചുകൂടി ഉറപ്പിക്കുക. നമുക്കറിയാം
രൂപഗോസ്വാമിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്ന് നമുക്ക് രൂപഗോസ്വാമിയുടെ പദ്യാവലിയിൽ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണഭക്തി എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അത് എത്ര രൂപ കൊടുക്കും നിങ്ങൾ വാങ്ങിച്ചോളുവിൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. എന്തെല്ലാം നിങ്ങളുടെ സമ്പത്ത് മൊത്തം കൊടുത്താലും കൃഷ്ണഭക്തി കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിക്കുവിൻ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് കൃഷ്ണഭക്തി രസഭാവിതാ മതി, അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ കൃഷ്ണഭക്തി എന്ന് പറയുന്നത്. അപ്പം ബുദ്ധിയിൽ മുഴുവനും കൃഷ്ണഭക്തി നിറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവിടെ നിങ്ങൾ വിജയിച്ചു എന്നാണ് രൂപഗോസ്വാമി പറയുന്നത്. ക്രിയതാം യതി കുതോപി ലഭ്യതേ, അതിന് എവിടെയാണോ കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്ക് എന്നാണ് പറഞ്ഞു തരുന്നത്. കൃഷ്ണഭക്തി രസഭാവിതാ മതി, പിന്നെന്താണ് ക്രിയതാം യതി കുതോപി ലഭ്യതേ, എവിടെയൊക്കെ കൃഷ്ണഭക്തി കിട്ടുമോ അവിടെ നിങ്ങൾ വാങ്ങിച്ചുകൊള്ളൂ. നിങ്ങൾക്ക് കിട്ടാവുന്നതിന്റെ അങ്ങേ അറ്റത്തേത് അതാണ്. അപ്പൊ അങ്ങനെ തത്ര ലൗല്യം അഭിമൂല്യമേഖലം, അത്രമാത്രം കിട്ടാൻ വിഷമമേറിയതാണത് കൃഷ്ണഭക്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്മളൊക്കെ വിചാരിക്കും നമ്മളെല്ലാവരും വലിയ കൃഷ്ണഭക്തരാണ്, ഞാൻ എത്ര കൃഷ്ണന്റെ അമ്പലത്തിൽ പോകുന്നു, കൃഷ്ണന് വേണ്ടി മാല കെട്ടുന്നു, കൃഷ്ണനെ ജപമാണെങ്കിലും നടത്തുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനെയും വിട്ട് കൃഷ്ണനെ മതി എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, നിങ്ങളെല്ലാവരും ഇപ്പൊ കൃഷ്ണഭക്തരാണ് അല്ലെ? അപ്പം എന്ന് സ്വയം നമ്മൾ വിചാരിക്കുന്നു, ഞാൻ ഇന്ന പോകുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നു, അല്ലെങ്കിൽ കൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എല്ലായിടത്തും പോകുന്നു, കൃഷ്ണന് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ ഒരുപാട് പൈസ വാരി അവിടത്തേക്ക് ചെലവഴിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള സർവ്വതും ഉപേക്ഷിച്ചിട്ട് കൃഷ്ണനെ മതി എന്ന് പറയാൻ ആ ലൗല്യമായിട്ടുള്ളത്, അതിനെ തത്ര ലൗല്യം അഭിമൂല്യമേഖലം, അതിൻ്റെ മൂല്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളത് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയും? നമ്മളെ ഒന്നും ഇടാതെ നിൽക്കും അല്ലേ? നമുക്കത് ആ ഉള്ള എല്ലാം നമുക്കുള്ള സർവ്വതും കൃഷ്ണന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പൊ അതിന്റെ ജന്മകോടി സുഹൃതീർണ ലഭ്യത, ജന്മകോടി സുഹൃതങ്ങൾ ചെയ്യണം, എന്നാലും കിട്ടുന്നതല്ല. അത്ര വിലയേറിയതാണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു എന്ന് പറയുന്നത് കൃഷ്ണഭക്തിയാണ്. അത് ജന്മകോടി സുഹൃതങ്ങൾ കൊണ്ടുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് വരണം. അപ്പൊ എത്ര സുഹൃതം ചെയ്താലും അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പദ്യാവലി 13-14 ശ്ലോകങ്ങളിലാണ് രൂപഗോസ്വാമി ഇത് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണഭക്തി രസഭാവിതാ മതി, ക്രിയതാം യതി കുതോപി ലഭ്യതേ, എന്താണ് തത്ര ലൗല്യം അഭിമൂല്യമേഖലം, അത്രമാത്രം മൂല്യമുള്ള അതിനെ ജന്മകോടി സുഹൃതീർണ ലഭ്യത, എത്ര സുഹൃതം ചെയ്താലും അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ മനസ്സിൽ നിന്ന് വന്നില്ല എങ്കിൽ. അപ്പം ജന്മകോടികളിൽ ചേർത്ത് കെട്ടിയ പുണ്യഫലം കൊണ്ട് പോലും സാധിക്കാത്ത ഒന്നാണ് അത് സ്വന്തമാക്കാൻ. അത് നേടണമെന്നുള്ള അദമ്യമായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരണം. അത് മതി, എനിക്ക് വേറൊന്നും വേണ്ട എന്നുള്ള ആ ബാക്കിയെല്ലാം പോന്നെങ്കിൽ പൊക്കോട്ടെ, കൃഷ്ണൻ തരുന്നെങ്കിൽ മതി എനിക്ക് എന്തെങ്കിലും, അത് പോന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. ജന്മകോടികൾ ചെയ്ത് ചേർത്ത് സുഹൃതങ്ങൾ കൊണ്ടുപോലും കിട്ടാത്ത ഒന്നാണ് കൃഷ്ണഭക്തി. അത് നേടണമെന്നുള്ള അദമ്യമായ ആഗ്രഹം, വാഞ്ച വേണം. എവിടെയെങ്കിലും അത് കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊള്ളുവിൻ, എന്ത് വില കൊടുത്തു എന്നാണ് നമുക്ക് രൂപഗോസ്വാമി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സമുദ്ര നദികള്, ഇപ്പൊ നമ്മള് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കറിയാം, ഗംഗാ നദിയൊക്കെ അവിടെ വരുമ്പോഴത്തേക്ക് എത്രയായിട്ട് പിരിഞ്ഞ് ഓടുന്നത് പോലെ മുഴുകി പോകുന്നത് കാണാം. അപ്പൊ എന്താണ്, വേഗം അങ്ങ് സമുദ്രത്തിൽ ചെന്ന് ചേരണം അത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സും അങ്ങ് ഓടണം എങ്ങോട്ടെ? കൃഷ്ണനിലേക്ക് എത്തണമെന്നുള്ള ആ ഭാവത്തോടുകൂടി. എങ്ങനെയാണോ ജലം ഒഴുകി സമുദ്രത്തിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകും, അതുപോലെ നമ്മുടെ മനസ്സും ഭഗവാനിലേക്ക് എത്താനായി ഓടി ഓടി പോകണം. അവിടെ മാത്രമേ നമുക്ക് ആ ഭക്തി എന്ന് വെച്ചാൽ വേറെ ഒന്നും എനിക്ക് വേണ്ട, അതിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയണമെന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ എന്ന് വരുന്നത് വരെയും നമ്മുടെ ഭക്തരല്ല, യഥാർത്ഥത്തിൽ കൃഷ്ണഭക്തരല്ല. കൃഷ്ണഭക്തരാണെന്ന് നമുക്ക് തോന്നുന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ മഹാരാജ എന്താണ് ചെയ്തത്? എല്ലാം വിട്ടെറിഞ്ഞിട്ട് തനിക്കൊന്നും ആവശ്യമില്ല എന്ന ചിന്തയിൽ അദ്ദേഹം എവിടേക്ക് പോകുന്നതായി നമുക്കിനി അടുത്ത ശ്ലോകത്തിൽ കാണാം. അപ്പം മനുഷ്യജന്മം എന്ന് പറയുന്ന ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ജനിമൃതി ആവർത്തി നിർഭരമായ ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ ഒരുവന് സ്വയം സജ്ജനാകാൻ നൽകുന്ന ഒരു അവസരമാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം നമുക്ക് കിട്ടി എന്ന് പറയുന്നത് വളരെ വളരെ പുണ്യമാണ്.
അത് കിട്ടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ജനമൃതി ആവർത്തന ചക്രത്തിൽ നിന്ന് മടങ്ങിപ്പോകാനായിട്ടുള്ള അവസരം നമ്മൾ ഇവിടെ കണ്ടെത്തണം. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഭഗവാൻ തന്നെ തന്നതാണെന്ന് പറയുന്നു. എന്റെ വർണ്ണാശ്രമധർമ്മം അല്ലെ? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അത് ക്രമീകരിച്ച് നിങ്ങൾ പോകൂ. കാരണം എന്തുകൊണ്ട്? ചാടിപ്പിടിച്ച് എന്റെ അടുത്ത് വരാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കൂ. ക്രമീകരിച്ച് വർണ്ണാശ്രമധർമ്മം നോക്കി, എന്നുവെച്ചാൽ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ട് നിങ്ങളെ വേണ്ട വിധത്തിൽ എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി അദ്ദേഹം വർണ്ണാശ്രമധർമ്മത്തെ കുറിച്ച് വിശദീകരിച്ച് ഭഗവത്ഗീതയിൽ പറയാൻ കാരണം അതാണ്. അപ്പൊ നമ്മള് ചെയ്യേണ്ടത് എന്താണ് എന്ന് ആ വർണ്ണാശ്രമധർമ്മം ഒരു വ്യക്തിയെ ആ പരമപുരുഷനിലേക്ക് മടങ്ങി ചെല്ലുന്നതിനെ സ്വയം സജ്ജനാക്കി തീർക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ മടങ്ങിപ്പോകാൻ വേണ്ട രീതിയിൽ വേണ്ടത് ചെയ്തിട്ട്, ഓരോ വർണ്ണത്തിലും ഓരോ ആശ്രമത്തിലും ചെയ്യേണ്ട രീതികളുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് തിരിച്ചു പോകാനുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിനാണ് വർണ്ണാശ്രമധർമ്മം തന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ഗൃഹസ്ഥാശ്രമി പരിപൂർണ ജ്ഞാനാർജനത്തിനായി നമ്മൾ അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചതിന് ശേഷം മതി, എനിക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ് എൻ്റെ മക്കളെയും വളർത്തിക്കഴിഞ്ഞു, ഇനി എനിക്കിത് മതി എന്ന് ഒരു തോന്നലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇതെല്ലാം ഉപേക്ഷിച്ച് വാനപ്രസ്ഥത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യണം. ഇതിപ്പോ നമ്മൾ എത്ര വയസ്സായാലും നമുക്ക് വാനപ്രസ്ഥം വേണ്ട. കാരണം എന്താ? നമ്മുടെ സ്വത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വീട്, ഈ ചിന്തയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഭാവത്തിൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് ആ ഭാവം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ തന്റെ കടമ നിർവഹിക്കുന്നത് പോലെ രാജ്യം ഭരിച്ചും വേണ്ട രീതിയിൽ കലിയെപ്പോലും അകത്തേക്ക് കടത്തിവിടാതെ തന്റെ ജനങ്ങളെ ഭദ്രമാക്കി സൂക്ഷിക്കുകയായിരുന്നു ആര് ചെയ്തത്? പരീക്ഷിത് മഹാരാജാവ് ചെയ്തത്. കലിക്ക് കടക്കേണ്ട അവസരമായിട്ട് പോലും കലിയെ കടത്താതെ എന്ത് ചെയ്തു? തന്റെ ജനങ്ങളെ ഭദ്രമായി സംരക്ഷിച്ചു പോന്നു. അങ്ങനെയുള്ള രാജാവ് അതെല്ലാം വിട്ടിട്ട്, അല്ലാതെ മറ്റൊന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് ഭഗവാൻ തന്നെ അറിയാവുന്നത് കൊണ്ടാണ് ഭഗവാൻ വിളിക്കാൻ തയ്യാറാകുന്നതെന്ന് ഓർക്കണം. അപ്പം വനവാസത്തിലേക്കോ അനിവാര്യമായതിലേക്കോ ഒന്നും വിടാൻ ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. അതിനുള്ള അവസരവും അവിടെ ഇല്ല. എനിക്ക് എന്റെ ഭക്തനെ കാണണം എന്ന ആ ചിന്താഗതി നമ്മൾ ആ ഒരു ചിന്താഗതി ഭഗവാൻ അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് വരുന്നത്. അപ്പം വരാൻ പോകുന്ന അനിവാര്യമായ മരണത്തെക്കുറിച്ച് 7 ദിനങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് കൊണ്ട് നമുക്കാണെങ്കിൽ അതൊന്നും അറിയത്തില്ല അല്ലെ? നമുക്ക് അദ്ദേഹത്തിന് 7 ദിവസം കിട്ടി. നമ്മളാണെങ്കിൽ എപ്പോഴാണ് മരണം വരുന്നത് എന്നതിനെ കുറിച്ച് നമ്മള് ഒരു രീതിയിലും ബോധവാന്മാരല്ല. അപ്പം മരണം അനിവാര്യമാണ്, നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഒരു സാധാരണ വ്യക്തിക്ക് ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് കിട്ടത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ആ മുന്നറിയിപ്പ് കിട്ടുകയും ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുകയും സ്വകർത്തവ്യ നിർവഹണം അദ്ദേഹം പാലിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ അവരുടെ ജീവിതം, ഇന്ന് സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണുള്ളത്? നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ആഹാരം കഴിക്കണം, നല്ല ആഹാരം കിട്ടണം, നല്ല ജലം കിട്ടണം, നല്ല കളി തമാശകളൊക്കെ പറഞ്ഞ് ജീവിക്കണം, ആനന്ദം വേണം, ശാന്തി വേണം, സമാധാനം വേണം നമുക്ക് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മളൊക്കെയും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇവിടെ അതൊന്നുമല്ല. എന്താണ്? അദ്ദേഹം തന്റെ ജനങ്ങളെ സംരക്ഷിക്കണം, അതിനുവേണ്ടി അദ്ദേഹം അതിലങ്ങ് മുഴുകി എന്നുള്ളതാണ്. പക്ഷെ ഈശ്വരചിന്ത വിട്ടോ? ഒരിക്കലും വിട്ടിട്ടുമില്ല. അപ്പൊ അങ്ങനെ ആ രണ്ടും കൂടി വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അത് മതിയാക്കി വരാൻ എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? തിരിച്ചങ്ങ് വിളിച്ചേക്കാം എന്ന് കരുതി ഭഗവാനും അദ്ദേഹത്തെ വിളിക്കുന്നു. അപ്പൊ കലിയുഗത്തിലെ ജനങ്ങൾ നിരുത്തരവാദപരമായ ജീവിതം സ്വീകരിക്കാനുള്ള പ്രധാന കാരണം അതിനുത്തരവാദി ഭരണകൂടമാണ് എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഭരണകൂടത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് എന്തായാലും എന്താണ്, ഒരു ഇതുമില്ല, അവരെങ്ങനെയോ ഭരിച്ചു പോട്ടെ, നമുക്കെന്താ, നമ്മളെന്നും വേണ്ട, നമ്മളെങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകാം. ഈ രീതിയിൽ നമുക്ക് യാതൊരു ഉത്തരവാദിത്വം, ഒരു സിറ്റിസൺ ആരാണ്, സിറ്റിസൺ എന്താണ് ചെയ്യേണ്ടത്, ആ രീതിയിലുള്ള ഉത്തരവാദിത്വം ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല, നമ്മൾ അതൊന്നും ചെയ്യുന്നുമില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ അന്നത്തെ ആ രാജാവിന്റെ ഭരണവും ഇന്നത്തെ ഇവിടുത്തെ ഭരണവും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് പ്രഭുപാദർ എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചോളൂ. അപ്പം പരീക്ഷിത് മഹാരാജാവിന്റെ ദൃഷ്ടാന്തങ്ങളെ തീർച്ചയായും നമ്മൾ പിന്തുടരേണ്ടതാണെന്നും മാനവ ജീവിതത്തിന്റെ പരമലക്ഷ്യം ദൈവരാജ്യം അഥവാ ഭഗവത് ധാമത്തെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ലൗകികതയിൽ
അധിഷ്ഠിതരായ മറ്റു രാഷ്ട്രങ്ങളെ അനുകരിക്കുന്നതല്ല. അത് അനുകരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠതരമാണ് അന്നത്തെ ഭരണ സംവിധാനമെന്നും ഇവിടെ മഹാരാജാവിന്റെ ദൃഷ്ടാന്തങ്ങളെ തീർച്ചയാക്കിക്കൊണ്ട് നമ്മൾ, കാരണം ഒരു ഈച്ച ആ രാജ്യത്ത് ആരാണോ ജനിച്ചിട്ടുള്ളത് അതിനെ എല്ലാം പൗരനായി കണക്കാക്കിയിട്ട് അവർക്കാർക്കും യാതൊരാപത്തും വരാതെ എല്ലാം സംരക്ഷിച്ചു പോകുന്ന രാജാവ് ഒരു പശുവിനെയും കാളയും കണ്ടുമുട്ടി അവർക്ക് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി, അദ്ദേഹം അറിയുന്നില്ല ആരാണ് കലിപുരുഷനെന്നോ വന്നിരിക്കുന്ന ഒന്നും അദ്ദേഹം നോക്കാതെ തന്നെ എന്ത് ചെയ്തു, വേണ്ട പശുവിനെയും കാളയെയും എന്ത് ചെയ്തു, സമാധാനിപ്പിക്കാനും തയ്യാറാകുന്നു. പിന്നീടാണ് അദ്ദേഹം ഇത് ധർമ്മമാണെന്നും ഭൂമിയാണെന്നും ഒക്കെ അറിയുന്നത്. അപ്പൊ അതിനൊക്കെയും മുന്നോട്ട് വന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജാവിനെ നമ്മളെ ഇന്നത്തെ ഭരണ സംവിധാനവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ലോകം മുഴുവനും ഇന്ന് അധപ്പതനം വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല എന്ന് നമുക്കറിയാം. ആ രീതിയിലുള്ള അധപ്പതനം ഒന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വേണ്ട രീതിയിൽ ഉത്തരവാദിത്വ ഭരണം നടത്തിയിരുന്ന രാജാവിനെ തിരിച്ചു കൊണ്ടുപോകാൻ ഭഗവാൻ തയ്യാറാകുന്നതാണ് നമ്മളിവിടെ കണ്ടത്. ഹരേ കൃഷ്ണ. ശ്ലോകം 5. അഥോ വിഹായേ മമം ച ലോകം വിമർശിതൗഹേയതയാ പുരസ്താത് കൃഷ്ണാംഘ്രിസേവാമധിമന്യമാൻ ഉപാവിശപ്രായമമർത്യനദ്യാം അഥോ വിഹായ ഇമം. വിഹായേ മമം എന്ന് പറയുന്നത് അഥോ വിഹായ ഇമം അമും, അതാണ്. ഇമം അമും ച ലോകം വിമർശിതൗഹേയതയാ പുരസ്താത് കൃഷ്ണാംഘ്രിസേവാമധിമന്യമാൻ ഉപാവിശപ്രായമമർത്യനദ്യാം അഥോ വിഹായ ഇമം അമും ച ലോകം വിമർശിതൗ ഹേയതയാ പുരസ്താത്. അഥോ വിഹായേമം ഇമം. അപ്പം ഇമം അമും എന്ന് പറഞ്ഞു. അഥോ എന്ന് വെച്ചാൽ ഇപ്രകാരം, വിഹായ ഉപേക്ഷിച്ചിട്ട്. എന്തുപേക്ഷിച്ചിട്ടുണ്ട്? ഇതും ഈ കാണുന്നതും ഇനിയും വരാൻ പോകുന്നതിന് എന്നും അദ്ദേഹത്തിന് കാര്യമില്ല. അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് ലോകം, ഈ ലോകങ്ങൾ വിമർശിതൗ ഹേദയാ പുരസ്താത്. ഈ ലോകത്തിലുള്ള ആൾക്കാരാണെങ്കിലോ എന്തെല്ലാം തീർപ്പ് കൽപ്പിക്കുക, അതിനെല്ലാം വിമർശിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് ഹേതയ അപ്രധാനങ്ങളാകയാൽ, കീഴ്ത്തരമാകയാൽ എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്തിൽ കാണുന്നതെല്ലാം കീഴ്ത്തരമായിട്ടുള്ളതാണ്, അപ്രധാനങ്ങളാണ്, അതിനൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം ഇല്ല. പുരസ്താതെ ഇതുവരെ കൃഷ്ണാംഘ്രി സേവ, കൃഷ്ണൻ ഭഗവാന്റെ പാദാംബുജങ്ങൾ സേവിക്കുക. കൃഷ്ണാംഘ്രി സേവ. പിന്നെയോ സേവ അധിമന്യമാൻ സർവസംപ്രാപ്തികൾ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായതെന്ന് വിചാരിക്കുന്നവൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാം നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ളതിൽ എല്ലാത്തിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്തെന്ന് ചിന്തിക്കുന്ന വ്യക്തി. ഉപാവിശത്, അവൻ എങ്ങനെയായിരിക്കണം? ഉപാവിശതായിരിക്കണം. എന്താണ്? നിശ്ചയദാർഢ്യമുള്ളവനായിരിക്കണം. അങ്ങനെയുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ആസനസ്ഥനായി. ഇനിയോ പ്രായമമർത്യനദ്യാം. അപ്പൊ ഉപവാസത്തിനായിട്ട് അമർത്യനദ്യാം, ആത്മജ്ഞാനപരമായ നദീതീരത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പൊ നമ്മള് ഗംഗാ നദിയെ കുറിച്ചും അതുപോലെ പിന്നെ യമുനാ നദിയെ കുറിച്ചും കേട്ടിട്ടുണ്ട്. രണ്ടും പ്രധാനപ്പെട്ട നദികളാണ് എന്ന് നമുക്ക് അറിയാം. അപ്പം ഗംഗാ നദി എന്തുകൊണ്ട്, എങ്ങനെ പ്രാധാന്യമേറിയതായി ആർക്ക് പറയാം? ഗംഗാനദിക്ക് ഇത്രയും പ്രാധാന്യം എന്താണ്? ഭഗവാന്റെ പാദത്തിൽ നിന്നും വരുന്നുണ്ട്. ഭഗവാന്റെ പാദത്തിൽ നിന്നും എത്തിച്ചേരുന്നത് കൊണ്ട് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. യമുനയാണെങ്കിലോ അതുപോലെ തന്നെ കൃഷ്ണന്റെ ഏറ്റവും ലീലാവിലാസങ്ങളെല്ലാം യമുനയിലായിരുന്നു. അപ്പൊ അത് രണ്ടും നമ്മളെ പ്രാധാന്യമായി. അപ്പൊ ഗംഗയിൽ ആരായിരുന്നു? ഗംഗ ആരുടെ ലീലാവിലാസമാണ് കണ്ടത്? യമുനയ്ക്ക് ഇത്രയും സന്തോഷം ഉണ്ടായപ്പോൾ ഗംഗ ദുഃഖിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിനു പകരം ഭഗവാൻ എന്താണ് നൽകി? ഗംഗയ്ക്ക് എന്ത് നൽകി? ഗംഗയിൽ കുളിച്ച് രസിച്ച് നടന്നത് ആരാണ്? നിങ്ങൾ കേട്ടിട്ടില്ല? ചൈതന്യ മഹാപ്രഭു അല്ലേ? അപ്പം യമുനയിൽ ഭഗവാൻ യമുനയെ അങ്ങ് സ്വന്തമാക്കി കരുതിയെങ്കിൽ എന്ന് വെച്ചാൽ ജനിച്ചപ്പോൾ കൊണ്ടുപോകുന്നത് പോലും, എങ്ങോട്ട്? അമ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലും
ആ ഒരു നദി കൂടിയാണ്. അത്രമാത്രം പ്രാധാന്യം. എന്താണ്, ഓളങ്ങളാൽ പാദങ്ങളിൽ തൊടാൻ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു എന്നൊക്കെ നമ്മൾ ഭാഗവത്തിൽ വായിക്കും. അപ്പൊ ഇവിടെ ഗംഗ അപ്പോൾ സങ്കടപ്പെട്ടു. അപ്പൊ ഗംഗയ്ക്ക് അതാ കൊടുക്കുന്നു. ഭഗവാൻ തന്നെ സ്വന്തം തന്നെയായിട്ട് ഇവിടെ വന്നിട്ട് ഗംഗയിലെ പോലും ചാടി കളിക്കുമായിരുന്നു. ആരെ? ചൈതന്യ മഹാപ്രഭു. അങ്ങനെ ഗംഗയെ നമ്മളെ 3 ഭാഗത്തുമുണ്ട്. ഭൂമിയിലുമുണ്ട്, സ്വർഗത്തിലുമുണ്ട്, അതുപോലെ പാതാളത്തിലുമുണ്ട്. പാതാളത്തിൽ അതിനെന്ത് പേര് പറയും? ഭൂമിയിൽ എന്താ പേര് പറയുന്നത്? ഗംഗ എന്ന് പറയും, അല്ലെ? സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ അതിനെന്ത് പേര് പറയും? അളകനന്ദ എന്ന് പറയും. അതുപോലെ പാതാളത്തിൽ അതിനെ ഭോഗവതി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് 3 ഒന്ന് തന്നെയാണ്. ഭോഗവതിയായിട്ട് പാതാളത്തിലും, ഗംഗയായിട്ട് നമ്മുടെ മുന്നിലും, അളകനന്ദയായിട്ട് സ്വർഗരാജ്യത്തും. അങ്ങനെ 3 ഗംഗയുണ്ട്. അപ്പൊ ആ ഗംഗ അപ്പം അതോ വിഹായേ മമം ച ലോകം വിമർശിതോ ഹേ ദയാ പുരസ്താത് കൃഷ്ണാംഘ്രി സേവാമധിമന്യമാൻ ഉപാവിശത്രായമമർത്യ നദ്യാം. ആ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധോ വിഹായേ ഇമം അമോം ച ലോകം വിമർശിതൗ ഹേയതയാ പുരസ്താത് കൃഷ്ണാംഘ്രി സേവാമധിമന്യമാന ഉപാവിശത്രായമമർത്യനദ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളുടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അധോ വിഹായേ അമമം ച ലോകം വിമർശിതൗ ഹേയതയാ പുരസ്താത് കൃഷ്ണാംഘ്രി സേവാ അതിമന്യമാൻ ഉപാവിശത്രായ അമർത്യനദ്യാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം. പരിഷത്ത് മഹാരാജ. ട്രാൻസ്ലേഷൻ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. പരീക്ഷിത് മഹാരാജാവ് കൃഷ്ണാവബോധത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി. ആത്മസാക്ഷാത്കാരത്തിനായുള്ള മറ്റെല്ലാ ചര്യകളെയും പരിത്യജിച്ച് ഗംഗാതീരത്തെ നിശ്ചയദാർഢ്യത്തോടെ ഉപവിഷ്ടനായി. എന്തെന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനുള്ള അതീന്ദ്രിയ പ്രേമയുധ സേവനം മറ്റെല്ലാ മാർഗങ്ങളെയും ഉല്ലംഘിക്കുന്ന പരമമായ സംപ്രാപ്തിയാണ്. പക്ഷെ നമ്മളെല്ലാം പറയും, സാധാരണക്കാരെല്ലാം പറയും, നമ്മൾ പറയില്ല. സാധാരണക്കാരെല്ലാം പറയുന്നതാണ് കൃഷ്ണനും ബാക്കി ശിവനും ഒന്നല്ലേ, അല്ലെങ്കിൽ കൃഷ്ണൻ ദേവി ആയാൽ എന്താണ്, എല്ലാം ഒന്ന് തന്നെയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനുള്ള അതീന്ദ്രിയ പ്രേമയുദ്ധ സേവനം മറ്റെല്ലാ മാർഗങ്ങളെയും ഉല്ലംഘിക്കുന്ന പരമമായ സംപ്രാപ്തി. ആ പരമമായ സംപ്രാപ്തി നമുക്ക് അതിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പൊ പരീക്ഷിത് മഹാരാജാവിനെ പോലെ ഒരു ഭക്തന് മറ്റൊരു ഭൗതിക ലോകവും അദ്ദേഹത്തെ ഒട്ടും തന്നെ ആഹ്ലാദിപ്പിച്ചില്ല. അദ്ദേഹത്തിന് വേറൊരു ഭൗതിക ലോകത്തിൽ പോയി സുഖിക്കണമെന്ന്, ഇപ്പൊ സ്വർഗലോകത്തിലായാലും ജനലോകത്തിലോ തപോലോകത്തിലോ മഹർലോകത്തിലോ ഒന്നും പോകണമെന്ന് അദ്ദേഹം കരുതിയില്ല. അദ്ദേഹം ആ ബ്രഹ്മലോകത്തിലെ ആനന്ദം പോലും അദ്ദേഹത്തിന് വേണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ ഒരു രീതിയിൽ പുരുഷോത്തമന്റെ അടുത്തേക്ക് പോകണം എന്ന് മാത്രമേ അദ്ദേഹം കരുതിയുള്ളൂ. നമ്മളിപ്പോ പുരുഷോത്തമ മാസത്തിലാണല്ലോ ഇരിക്കുന്നത്. ആ പുരുഷോത്തമന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ അദ്ദേഹത്തിൽ ഉണ്ടായുള്ളൂ. അപ്പൊ അങ്ങനെ ആ പുരുഷോത്തമന്റെ ലോകത്തിലേക്ക് പോകാനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിയത്. അപ്പൊ അങ്ങനെ അവിടെ പോണമെന്നുണ്ടെങ്കിലേ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ വളരെയധികം ഭഗവാന്റെ ആ സ്നേഹത്തിന് പാത്രീഭവിച്ചിരിക്കണം. നമ്മൾ ഇന്നിപ്പം ബ്രഹ്മസ്തുതി നിങ്ങൾ എല്ലാവരും വായിക്കുന്നുണ്ടാകും. എല്ലാവരും വായിക്കുന്നുണ്ടോ ബ്രഹ്മസ്തുതി? അപ്പൊ ആ ബ്രഹ്മസ്തുതി വായിക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണ് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നത്. ഓരോ ശ്ലോകങ്ങളിൽ കൂടിയും ആ ഒരു ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യവും ഭഗവാൻ പക്ഷെ ഒരു അക്ഷരവും മിണ്ടുന്നില്ല. കാരണം എന്താണ്? എന്തെങ്കിലും ഒരു തന്നെ എന്ത് ചെയ്താലും ഭഗവാന് അതിനൊരു തന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഭഗവാൻ യാതൊരു പ്രോബ്ലവും ഇല്ല. അതിനെ ഒട്ടും തന്നെ ഭഗവാൻ കാര്യമായിട്ട് എടുക്കത്തുമില്ല. പക്ഷേ തൻ്റെ ഭക്തരെ ഉപദ്രവിച്ചാൽ, തൻ്റെ ഭക്തരെ തന്നിൽ നിന്ന് അകറ്റിയാൽ ഭഗവാൻ അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് നമ്മൾക്ക് ആ ശ്ലോകങ്ങൾ അവസാനിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, അല്ലെ? ആ ഒരു ബ്രഹ്മസ്തുതി കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ എന്ത് ചെയ്തു? ആർക്ക് പറയാം? ബ്രഹ്മസ്തുതി കഴിഞ്ഞപ്പോഴേ
ആ തന്റെ മകനാണെന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചോ ബ്രഹ്മസ്തുതി കേട്ടപ്പോഴേ? ബ്രഹ്മാവിന് അനുഗ്രഹങ്ങളൊക്കെ അനുഗ്രഹം തപസ് ചെയ്യാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറഞ്ഞു? ബ്രഹ്മാവിനോട് എന്തെങ്കിലും പറഞ്ഞോ ഭഗവാനെ? തപസ് തപ അതെവിടെ വെച്ചാ പറഞ്ഞത്? ആദ്യം ബ്രഹ്മാവിനോട് തപ എന്ന് പറയുന്നത് എവിടെയാണ്? എന്താണ്? ഗർഭോദകശായി വിഷ്ണുവിന് ബ്രഹ്മാവ് ഉണ്ടായ സമയത്ത്. ഇതിപ്പം ബ്രഹ്മസ്തുതി വരുന്നത് എവിടെയാണ്? ബ്രഹ്മാവ് എന്ത് ചെയ്തു? പശുക്കളെയൊക്കെ മോഷ്ടിച്ചിട്ട് ബ്രഹ്മാവ് കൊണ്ടുപോയതിനു ശേഷം, നമ്മൾ വായിക്കേണ്ട ശ്ലോകങ്ങളാണത്. അപ്പം കൊണ്ടുപോയതിനു ശേഷം എന്ത് ചെയ്തു? പിന്നീട് ആ ഒരു ഭഗവാൻ തന്നെ ആരായി മാറുന്നു? എന്താണ്? വൈഭവ പ്രകാശം എടുത്തിട്ട്, വൈഭവ ശക്തി എടുത്തിട്ട്, വൈഭവ പ്രകാശത്തിൽ കൂടി ഭഗവാൻ ആരായി മാറുന്നു? പശുക്കളായിട്ടും കിടാക്കളായിട്ടും കൂട്ടുകാരായിട്ടും ഒക്കെ മാറിയിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ വീട്ടിൽ പോയി ആ ഒരു വർഷക്കാലം അവിടെ ചെന്നിട്ട് എന്താണ്? അവിടെ എന്ത് ചെയ്തു? ആ ഒരു ഗോപികമാരോടൊത്ത് അവരുടെ കുഞ്ഞായിട്ടും അവരുടെ അതുപോലെ അവരുടെ പശുക്കളുടെ കുട്ടിയായിട്ടും ഏതെല്ലാം രീതിയിൽ അവരെയൊക്കെ ആനന്ദിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞു. ആ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് കാണുന്നത്? ആ ഒരു ബ്രഹ്മാവിന് മനസ്സിലാകുന്നത് താൻ കൊണ്ടാക്കിയ അവരെല്ലാം ഇവിടെ ഉണ്ട്, പക്ഷേ ഭഗവാൻ വീണ്ടും ആണ്ട് അതുപോലെ കളിക്കുന്നത് കാണുന്നു. അപ്പോഴാണ് അദ്ദേഹം പിന്നെ ചിന്തിക്കുന്നു ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോഴാണ് അറിയുന്നത് ഭഗവാന്റെ ആ വൈഭവ പ്രകാശം. ഭഗവാൻ രണ്ടു തരത്തിലുള്ള പ്രകാശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? രണ്ടു തരത്തിലുള്ള പ്രകാശങ്ങളുണ്ട്. എന്തൊക്കെയാണത്? പ്രഭവ പ്രകാശവും വൈഭവ പ്രകാശവും. ഇതെല്ലാം മറന്നു അല്ലേ? പ്രഭവ പ്രകാശത്തിൽ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ഭഗവാൻ തന്നെ പോലെ ഒരേ രീതിയിലുള്ള ഭാവങ്ങൾ എടുക്കുന്നു അല്ലെ? എവിടെയാണ്? രാസലീലയ്ക്ക് ഒരുങ്ങി നിൽക്കുമ്പോഴേ അല്ലെ? വിളാഗോപികമാര് ഒരേ കൃഷ്ണൻ, ഒരു മാറ്റവും ഇല്ലാത്ത കൃഷ്ണനായിട്ട് എല്ലാവരുടെ കൂടെയും ഉണ്ടായി. അതുപോലെ ദ്വാരകയിൽ വെച്ച് എന്താണ്? 16,100 പേർക്കും അല്ലെ? 16,100 പേർക്കും 16,100 കൃഷ്ണൻ ഒരേ ഭാവത്തിൽ അവിടെ കാണുന്നു. പക്ഷേ വൈഭവ പ്രകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? വൈഭവ പ്രകാശമാണ് എടുത്തത്. ആരായിട്ട്? കൃഷ്ണൻ പശുക്കളാകേണ്ട അടുത്ത് പശുക്കളായി, ഷേപ്പിൽ വ്യത്യാസം. കുട്ടികളാവേണ്ട അടുത്ത് കുട്ടികളായി, ബാലന്മാരാകേണ്ട അടുത്ത് ബാലന്മാരായി, ബ്രാഹ്മണ കുട്ടിയാകുന്ന മധുമംഗളൊക്കെ ആകേണ്ട അടുത്ത് മധുമംഗളായി. അങ്ങനെ എല്ലാവരും. അതുപോലെ ഒരു കുരങ്ങുണ്ടായിരുന്നു, കൂടെ മങ്കി ഉണ്ടായിരുന്നു, അപ്പൊ അതുമായി അങ്ങനെ പല രൂപമെടുത്തിട്ട് അതിനെയാണ് നമ്മളെ വൈഭവ പ്രകാശം എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ്. വൈഭവ പ്രകാശത്തിൽ ഇത് അദ്ദേഹം വരികയും അങ്ങനെ പലതായി വരികയും ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി, ബ്രഹ്മാവിന് തെറ്റ് മനസ്സിലായി. അയ്യോ, ഞാൻ ആരോടാണ് പഴക്കിന് പോയത്, ആരെയാണ് ഞാൻ ഉപദ്രവിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്ന് സ്തുതിക്കുന്നതാണ്. ഞാൻ അങ്ങയുടെ മകനല്ലേ? ഒരു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് അമ്മയെ ചവിട്ടിയാൽ അമ്മ അതിനെ വഴക്ക് പറയുമോ, അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടുമോ? അതുപോലെ അല്ലേ ഞാൻ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മള് അവിടെ കാണാം. നമുക്ക് എന്താണ്? അദോക്ഷനായ ഭഗവാനെ, ഗർഭസ്ഥ ശിശു ഉള്ളിൽ കിടന്ന് കാലുകൊണ്ട് പലപ്പോഴും അമ്മയെ ചവിട്ടാറുണ്ട്. ആ അമ്മയ്ക്ക് ദേഷ്യം വരാറില്ലല്ലോ. അതുപോലൊരു മകനല്ലേ അമ്മയ്ക്ക്, എനിക്ക് അമ്മയില്ലാത്ത മകനല്ലേ എന്നുള്ള ജീവിതത്തിലാണ്. ഉക്ഷേപണം ഗർഭഗതസ്യ പാതയോ കിം കൽപ്പതേ മാതുരദോക്ഷജാഗസേ കിമസ്തി നാസ്തി യവദേശഭൂഷിതം തപാസ്തി കുക്ഷേയതപ്യനന്ത. അല്ലയോ അനന്തനായ ഭഗവാനെ, ഞാൻ അങ്ങയുടെ മകനല്ലേ, എന്നോട് ക്ഷമിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ ആ ഒരു എന്താണ്? ഒരു കൈയുടെ 7 അളവ്, എൻ്റെ കൈയുടെ 7 അളവ് മാത്രം വലിപ്പമുള്ള ഞാൻ, ഒരു ചെറിയ ജീവിയായ ഞാൻ എവിടെ നിൽക്കുന്നു? സദാ പ്രകൃതിയും മഹത്വത്വവും മിഥ്യാഹങ്കാരവും ആകാശവും വായുവും ജലവും അഗ്നിയും ഇതെല്ലാം കൂട്ടിച്ചേർത്ത അതിന്റെ എല്ലാം ഉടമസ്ഥനായ നിർമ്മിതമായ ഒരു കുടം പോലെ അങ്ങ് എവിടെ നിൽക്കുന്നു? അങ്ങനെ ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു കുടങ്ക പോലെ എന്നെ ഇങ്ങോട്ട് വിട്ട ഞാൻ എവിടെ നിൽക്കുന്നു എന്നാണ് പ്രപഞ്ചത്തിലെ ആ ഒരു പ്രത്യേകത പറയുന്നത്. ഭഗവാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു, എന്നോട് ക്ഷമിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ചോദിച്ചിട്ടും ഇതെല്ലാം പറഞ്ഞിട്ടും ഞാൻ പോവാണ്. ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു പോവാണ്. പിന്നെ ഈ പ്രപഞ്ചം അങ്ങേക്കായി ഞാൻ അങ്ങയുടേതാണ് പ്രപഞ്ചം, പക്ഷേ ഞാൻ ഒന്നുകൂടി അങ്ങേക്കായി. എങ്ങനെ?
ഗംഗയിൽ നിന്ന് നമ്മളെ കയ്യിൽ വെള്ളം കോരിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗംഗയിലേക്ക് ഒഴിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അച്ഛൻ പണം കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന മിഠായിയോ ലഡുവോ ഒക്കെ അച്ഛന് കൊടുത്ത് അച്ഛനെ സന്തോഷിപ്പിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം അങ്ങയുടേതാണ്, പക്ഷെ ഞാനിതാ അങ്ങയ്ക്ക് തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നത് നമ്മളവിടെ കാണുന്നുണ്ടതേ. വാഹം തമോ മഹദഹങ്കജരാഗ്നിവാർഭൂ സംവേഷ്ടിതാണ്ഡകടസപ്തവിധസ്തികായ കേതൃക്വിധാ വിഗണിതാണ്ഡ പരാണിചര്യ പാഥാത്വരോമ വിവരസ്യതേ മഹത്വം. ഈ എന്താണ് ആ മഹത്തത്വവും ആകാശവും ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സർവവും അങ്ങയുടേതാണ്. അങ്ങനെ അങ്ങയുടേതായ ഇതിനെ ഞാനിതാ അങ്ങേക്ക് സമർപ്പിച്ചിട്ട് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോഴും കൃഷ്ണൻ ഒന്നും പറയുന്നില്ല. ആ കൃഷ്ണന് തന്റെ ഭക്തരെ ഉപദ്രവിച്ചത് കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം തങ്ങൾ സന്തോഷിച്ചു കൊണ്ടിരുന്നിരുന്നു. അവിടെ നിന്നാണ് തങ്ങളെ സങ്കടപ്പെടുത്തിയത് എന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരെ എന്നിൽ നിന്ന് മാറ്റി അല്ലെ. അപ്പം ഒരു വടിയും പിടിച്ച് ആ ഒരു ചോറും കെട്ടി നല്ല സന്തോഷത്തോടുകൂടി കളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണനെ മാറ്റിയത് കൊണ്ട് കൃഷ്ണൻ അവിടെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ കൃഷ്ണൻ ഏറ്റവും ഇഷ്ടമാണ് ഭഗവാന്റെ സുഹൃത്തുക്കളോടൊപ്പം കഴിയുക എന്നുള്ളത്. അപ്പൊ നമ്മളത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇന്ദ്രനും അതുപോലെ ബ്രഹ്മാവും ഭഗവാനെ ഇങ്ങനെ പ്രകാരം പരീക്ഷിച്ചു. ഭഗവാൻ ഇന്ദ്രനോട് ക്ഷമിച്ചു. കാരണം എന്താണ്? അദ്ദേഹത്തെ കൂട്ടുകാരോട് ചേർക്കുകയാണ് അവിടെ ചെയ്തത്, ഇവിടെ അകറ്റുകയാണ് ചെയ്തത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഭഗവാൻ ഇവിടെ മഹാരാജാവിനെ പോലെ ഒരു ഭക്തന് മറ്റൊരു ഭൗതിക ലോകവും ഈവൻ ബ്രഹ്മലോകം പോലും അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ഒരു ഭക്തന്റെ പ്രാധാന്യം അത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മളവിടെ കാണണം. ആദി ഭഗവാനും പരമദിവ്യോത്തമ പുരുഷനുമായ ഭഗവാന്റെ ധാമമായ ഗോലോക വൃന്ദാവനം പോലെ അദ്ദേഹത്തിന് അഭിലാഷണീയമായി മറ്റൊന്നുമില്ല. വിശ്വപ്രപഞ്ചത്തിലെ അസംഖ്യം ഭൗതിക ലോകങ്ങളിൽ ഒന്നു മാത്രമാണ് ഭൂലോകമെന്ന് പറയുന്നത്. അപ്പൊ മഹത്തത്വത്തിന്റെ പര്യന്തത്തിൽ അസംഖ്യം വിശ്വപ്രപഞ്ചങ്ങളുണ്ട്. അങ്ങനെ ഈ വിശ്വപ്രപഞ്ചങ്ങളിലെ ഓരോ ലോകവും ഭക്തന് വസിക്കാൻ അനുയോജ്യമല്ലെന്ന് ഭഗവാനും ഭഗവത് പ്രതിനിധികളായ ആത്മീയ ഗുരുക്കളും അഥവാ ആചാര്യന്മാരും ഭക്തരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഇഷ്ടംപോലെ ലോകങ്ങളുണ്ട്, സന്തോഷം കൊണ്ട്. അപ്പൊ അതെല്ലാം മൊത്തം കാര്യങ്ങളും സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് നിറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊന്നും ഒരു ഭക്തനെ സംബന്ധിച്ച് അവന് അനുയോജ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ സേവകനായോ മിത്രമായോ മാതാപിതാക്കളായോ കാമുകിയായോ ഭവനത്തിലേക്ക് അഥവാ പരമപുരുഷനിലേക്ക് അസംഖ്യം വൈകുണ്ഠ ലോകങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലോകമായ ഗോലോക വൃന്ദാവനത്തിലേക്ക് മടങ്ങി ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണ് ഭഗവത് ഭക്തർ. ഭക്തന്റെ ആഗ്രഹം അത് മാത്രമാണ്. ഭക്തൻ ഒരിക്കലും ഈ പ്രപഞ്ചത്തിലുള്ള ലോകങ്ങളിൽ കിടന്ന് സന്തോഷിക്കാൻ ആഗ്രഹിക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മൾ ഒരുപാടടുത്തത് കേട്ടിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്താണ് മുക്തി ഒരു ഭക്തൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മുക്തി ഒരു മുകളാഞ്ജലി പോലെ എപ്പോഴും ഭക്തന്റെ അടുത്ത് ഉണ്ടായിരിക്കും. പക്ഷെ ഭക്തൻ അതിനൊക്കെ അപ്പുറത്തേക്ക് ഭാവങ്ങളിലേക്ക് കടക്കണം. ഭക്തന് ഭക്തിയിലേക്ക് കടക്കണം, മുക്തിക്ക് അപ്പുറത്തേക്ക് പോകണം. ആ മുക്തികളെ കുറിച്ചാണ് ഇനിയിപ്പം ഇവിടെ പറയാനുള്ളത്. നമുക്ക് സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ട് നമുക്കിവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.